ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ചാപ്റ്റർ കഴിഞ്ഞു. ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, രണ്ടാമത്തെ ചാപ്റ്റർ എറേഴ്സ് ആയിരുന്നു. അടുത്ത മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് നമുക്ക് പോവാം. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് വെക്റ്റർ. ഓക്കെ, അപ്പോൾ വെക്റ്റർ നമ്മൾ പഠിക്കുന്നത് ആദ്യം എന്താണ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അപ്പോൾ അവിടെ എന്താണ് സ്കെയിലാർ? ഞാൻ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓർമ്മയുണ്ടല്ലോ, ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറഞ്ഞ പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പൊ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എന്തുമാത്രം മതി, അളവ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ കടയിൽ പോയിട്ട് ഒരു 5 കിലോ പഞ്ചസാര വാങ്ങി, അപ്പം മാസ് മെഷർ ചെയ്യുന്ന കിലോ കണ്ട 5 കിലോ അളവ് മാത്രം പറഞ്ഞാൽ അങ്ങനെ അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിന് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് അളവുകൾ മാത്രമുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞ പേരാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് only magnitude, such quantities are called scalar quantity. നമ്മൾ പഠിച്ച ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു. ആ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. നമുക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങളുടെ കാര്യം പറഞ്ഞില്ല. ഡിസ്റ്റൻസ് എന്താണെന്ന് ഓരോ ചാപ്റ്ററും കാണും. ഡിസ്റ്റൻസ് പറയാം, പിന്നെ വർക്ക് പറയാം, എനർജി പറയാം, വോളിയം പറയാം, ഡെൻസിറ്റി, പ്രഷർ ഇതൊക്കെ എക്സാമ്പിളാണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് വെക്റ്റർ. ചാപ്റ്ററിന്റെ പേരാണ് വെക്റ്റർ. വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ്. ചില ക്വാണ്ടിറ്റീസ് മാഗ്നിറ്റ്യൂഡ് മാത്രം കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, ഡയറക്ഷനും കൂടെ പറയേണ്ടത്. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഉദാഹരണത്തിന് ഒരു മാസം ഞാൻ ഇങ്ങോട്ട് തള്ളയാൻ ഒരു ഫോഴ്സ്, അത് ഏത് ദിശയിലോട്ട്, ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ദിശയിലോട്ട് പോകാം, ഈ ദിശയിലോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. അപ്പൊ ഏത് ദിശയിലോട്ടാണ് ഇത് പോയത്, ഡയറക്ഷൻ കറക്റ്റായിട്ട് പറയാം. അപ്പൊ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അളവുകൊണ്ട് അതുപോലെ തന്നെ ഡയറക്ഷനും പറയാം. അത്തരം ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയുന്നത്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ വെക്റ്റർ അഡീഷൻസ്. വെക്റ്റർ അഡീഷൻ എന്താണെന്ന് നമ്മൾ കാണും ഈ ചാപ്റ്ററിൽ തന്നെ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണാം. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അതുപോലെ തന്നെ അത് വെക്റ്റർ അഡീഷനിലോ ഒബേ ചെയ്താൽ നമ്മൾ പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഡിസ്പ്ലേസ്മെന്റ് പറയാം, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, മൊമെന്റം, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇമ്പൾസ്, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിളാണ്. വെക്റ്റർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, ദേ ആർ കോൾഡ് സ്കെയിലാർ ക്വാണ്ടിറ്റി. എക്സാമ്പിൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറയാം. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, തെർമോമീറ്റർ സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി, ഡിസ്റ്റൻസ്, മാസ്, എനർജി, വോളിയം, ഡെൻസിറ്റി, പ്രഷർ, etc. Okay, what is a vector quantity? A physical quantity which have both the magnitude and the direction and obey vector addition law. They are called vectors. Displacement, velocity, momentum, acceleration, force, impulse. The example are vector quantities. The example. Okay, ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഒരു വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതാണ് റെപ്രസെന്റേഷൻ. ഒരു വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു വെക്ടറിനെ ഞാൻ വരച്ചു. ഇത് നിങ്ങൾ പറയുന്ന പേരാണ് ഡയറക്റ്റഡ് ലൈൻസ്. ഇതിനെ വിളിച്ച പേരാണ് ഡയറക്റ്റഡ് ലൈൻസ്. പിന്നെ ആദ്യത്തോട് ഈ വെക്ടറിന് നീളം കണ്ടു. ഈ നീളത്തിനുള്ള മാഗ്നിറ്റ്യൂഡ്, ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആരോ കാണിക്കുന്ന പറഞ്ഞ
ഓക്കെ, അപ്പൊ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? A directed line segment is the representation of a vector. A directed line segment is a representation of a vector. Arrow indicates the direction of a vector. Arrow indicates direction. Arrow indicates the direction of a vector, and length indicates the magnitude. Length കാണിക്കുന്നു, magnitude കാണിക്കുന്നു. Okay, what is a scalar quantity? A physical quantity which have only magnitude, they are called scalar quantity. What is a vector quantity? A physical quantity which have both magnitude and direction and obey vectorization. Now, how do you representation of a vector? A direct line segment is a representation of a vector. Arrow indicates the direction and the length indicates the magnitude. Here we have different types of vectors. Different types of vectors. Types of vectors. ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് ഈക്വൽ വെക്ടർ. ഈക്വൽ ഞാനിവിടെ കാണിക്കുന്നത് ഇങ്ങനെ ഒരു വെക്ടർ, വേറെ ഇതിനെ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ഇങ്ങനെ വാണ്ട നമ്മൾ പറയുന്ന പേരാണ്. ഇതിനെ വായിക്കുന്നത് വെക്ടർ ചെയ്യുന്നത് വെക്ടർ, ഇതിനെ വായിക്കുന്നത് വെക്ടർ ഡി എന്നാണ്. ഓക്കെ, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ കാണാം ഈ വെക്ടർ എന്റെ ബിയുടെ ലെങ്ത് സെയിം, ലെങ്ത് അളവുകൾ സെയിം ആണ്, അതിന്റെ ഡയറക്ഷൻസ്. അത്തരം വെക്ടറുകളെ നമ്മൾ പറയുന്നത് ഈക്വൽ വെക്ടർ. അപ്പൊ ടു വെക്ടേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, they are called equal vectors എന്ന് പറയും. അടുത്ത രണ്ടാമത്തെ വ്യത്യാസം വെക്ടറാണ് നെഗറ്റീവ് വെക്ടർ. ഓക്കെ, ഇവിടെ ഒരു വെക്ടറുണ്ട് എ എന്നുള്ള വെക്ടർ, ഇവിടെ വേറൊരു വെക്ടറുണ്ട് ബി എന്നുള്ള ബി എന്നുള്ള വെക്ടർ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈ രണ്ട് വെക്ടറിന്റെ ലെങ്ത് സെയിം ആണ് കേട്ടോ, ലെങ്ത് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ ഒരു ഡയറക്ഷൻ ആണ്, ഡയറക്ഷൻ. So two vectors have same magnitude and opposite direction, they are called negative. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വെക്ടർ A is equal to minus രണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് മൈനസ് ചെയ്തത്. So what is the equal vector? Two vectors having same magnitude and direction, they are called equal vectors. What is a negative vector? Two vectors having same magnitude and opposite direction, they are called negative. അടുത്ത null vector. Null vector. So null means 0. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ആൻസർ 0 ആയാൽ നമ്മൾ പറയുന്നത് a vector whose magnitude is 0 is called null vector. Okay, അടുത്ത നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന്, അല്ലെങ്കിൽ യൂണിറ്റി, ഐക്യമത്യം, ഒന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 1 ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ അളവ് 1 ആയാൽ നമ്മൾ പറയുന്നവരാണ് യൂണിറ്റ് വെക്ടർ. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ അളവ് 0 ആയാൽ നമ്മൾ പറയുന്നവരാണ് നൾ വെക്ടർ. സോ എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 0 ഈസ് കോൾഡ് നൾ വെക്ടർ. എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 1 ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നത് പഠിച്ചിട്ടുണ്ട്, ആക്സിസ് അല്ലെ. അപ്പൊ ഇതിന് എക്സ് ആക്സിസ് എന്നാണ് പഠിച്ചത്. ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇപ്പൊ നിങ്ങൾ ബോർഡ് സെറ്റ് ചെയ്താൽ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇസഡ് ആക്സിസ് ഇവിടെ മുന്നോട്ടേ വരച്ചിട്ടുണ്ട്. ഇപ്പൊ 3 ഡയമെൻഷൻ ബോഡി വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അത് വരയ്ക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പറ്റും 3 ഡയമെൻഷൻ. അപ്പൊ ഇസഡ് ആക്സിസ്, ഇത് എല്ലാ ആക്സിസും ഒരു യൂണിറ്റ് വെക്കണം. നമ്മൾ ഇതിന്റെ വെക്ടറായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ എക്സ് ആക്സിസിന്റെ യൂണിറ്റ് വെക്കണം ഐക്യാപ്പാണ്. നമ്മൾ ഇവിടെ നമ്മൾ വായിക്കുന്ന ക്യാപ്പാണ്. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസിന്റെ യൂണിറ്റ് വെക്ടറാണ് ഐ ക്യാപ്. വൈ ആക്സിസിന്റെ യൂണിറ്റ് വെക്ടറാണ് ജെ ക്യാപ്. ഇസഡ് ആക്സിസിന്റെ യൂണിറ്റ് വെക്ടറാണ് കെ ക്യാപ്. അപ്പൊ യൂണിറ്റ് വെക്ടർ ഓഫ് എക്സ് ആക്സിസ് ഈസ് ഐ ക്യാപ്, യൂണിറ്റ് വെക്ടർ ഓഫ് വൈ ആക്സിസ് ഈസ് ജെ ക്യാപ്, യൂണിറ്റ് വെക്ടർ ഓഫ് ഇസഡ് ആക്സിസ് ഈസ് കെ ക്യാപ്. ഇനി അടുത്ത
ഞാൻ ഒരു ലൈൻ ഈ ലൈനിൽ ഇതൊരു വെക്കണം, ഇത് വേറെ വെക്കണം. അപ്പൊ ഈ ലൈനിലാണ് രണ്ട് വ്യത്യാസം. അത്തരം വ്യക്തികളെ നമ്മൾ പറഞ്ഞു തരാം. ഇങ്ങനെ പറയാം, ടു വെക്ടേഴ്സ് ലൈൻ ഓൺ ദ സെയിം ലൈൻ, ടു വെക്ടേഴ്സ് ലൈൻ ഓൺ ദ സെയിം ലൈൻ. പിന്നെ നോക്കി അടുത്ത നമ്മൾ പഠിക്കുന്നത് പ്ലാനാർ പ്ലെയിൻ. ഇത് നോക്കി ബോർഡ് എത്ര ആക്സസ് ഉള്ളത്? രണ്ട് ആക്സസ്. ഇതെന്താ? എക്സ് ആക്സസ്, ഇതെന്താ? വൈ ആക്സസ്. ഇതൊരു പ്ലെയിൻ ആണ്, ഇവിടെ കാണുന്ന എല്ലാം പ്ലെയിൻ. അപ്പൊ ഈ പ്ലെയിനിന്റെ അടുത്ത് പറയും ഞാൻ ഒരു വെക്ടർ, ഇതെല്ലാം ഈ ബോഡി വരച്ച പ്ലെയിനിലുള്ള വ്യത്യാസമാണ്. അപ്പൊ അതിന് പറയുന്നതാണ് കോപ്ലാനാർ. ടു വെക്ടേഴ്സ് ലൈൻ ഓൺ ദ സെയിം പ്ലെയിൻ, they are called കോപ്ലാനാർ. അടുത്ത വെക്ടറാണ് കോഇനിഷ്യൽ. രണ്ട് വെക്ടേഴ്സ് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ പോയിന്റിൽ മാത്രം നമ്മൾ പറഞ്ഞ പേരാണ് കോഇനിഷ്യൽ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. നമുക്ക് ഞാൻ പറയാം. ഈക്വൽ വെക്ടേഴ്സ്. Two vectors have the same magnitude and the same direction. They are equal vectors. But is a negative vector. Two vectors have the same magnitude and opposite direction. They are called a negative vector. What is a null vector? A vector whose magnitude is 0 is called a null vector. A vector whose magnitude is 1 is called a unity vector. Unity vector of x-axis is I cap. Unity vector of y-axis is j cap. Unity vector of z-axis is k cap. Collinear vectors. Two vectors lie on the same line, they are called the collinear vector. Two vectors lie on the same plane, they are called the coplanar vector. Two vectors starting from a point, they are called the coincident. Okay, ഇനി നമ്മൾ ഒരു വെക്ടറിനെ എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്? ഒരു വെക്ടറിനെ എങ്ങനെ റിസോൾവ് ചെയ്യുന്നത്? അതിന് കുറച്ച് ട്രിഗണോമെട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രമിക്കാൻ മനസ്സിലായോ? നിങ്ങളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ആംഗിൾ തീറ്റ. അപ്പൊ ഈ തീറ്റ എന്നുള്ള സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഈ 90 ഡിഗ്രിക്ക് എതിർ വശം ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടനസ്. ഈ സൈഡ് താഴെ ഈ സൈഡിൽ വിളിക്കുന്ന പേരാണ് അഡ്ജസൻറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ആദ്യം സൈൻ ഞങ്ങൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. നിങ്ങൾ ഓപ്പോസിറ്റ് വശത്തിലെ ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിനെ പറയുന്നതാണ് സൈൻ തീറ്റ. അടുത്ത രണ്ടാമത്തെ പറയുന്നതാണ് കോസ് തീറ്റ. കോസ് തീറ്റ എന്താണെന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ടനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇനി അടുത്ത അറിയാവുന്ന ടാൻ തീറ്റ എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിനെ നിങ്ങൾ അഡ്ജസൻറ്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്. അല്ലെങ്കിൽ ഈ രണ്ട് ഫംഗ്ഷൻ കിട്ടിയാൽ നമുക്ക് പറയാം സൈൻ ഡിവൈഡ് ബൈ കോസിനെ പറഞ്ഞ പേരാണ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റയെ ചെയ്താൽ ടാൻ തീറ്റ. അപ്പൊ ഇത്തരം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ പറ്റി നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്നാലും വെക്ടർ റെസോൾവ് ചെയ്യും അല്ലെങ്കിൽ റെസൊല്യൂഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇത് ഇങ്ങനെ മാത്രമേ ആംഗിൾ വരാറുള്ളതല്ല, ഇങ്ങനെ വരാൻ. അപ്പൊ ഇവിടെയാണ് ആംഗിൾ, ഇതിനെ പറഞ്ഞ പേരാണ് ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ ഇവിടെയാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഓപ്പോസിറ്റ്. ഹൈപ്പോട്ടനസ് ഇവിടെയാണ് അതിന്റെ അഡ്ജസൻറ്റ് സൈഡ്. അപ്പൊ അതിനനുസരിച്ച് സൈൻ തീറ്റ എന്നുള്ളത് പറഞ്ഞാൽ ഓപ്പ് ബൈ ഹൈ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് എന്നുള്ളത് അഡ്ജ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ തീറ്റ എന്നുള്ളത് ഓപ്പ് ബൈ അഡ്ജ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ പൈതഗോറസ് തിയറം അതാ അറിയാം. നിങ്ങൾക്ക് അറിയുന്നതിന്റെ ഇനിയിപ്പോ എന്താ പറയുന്നത് ഹൈപ്പോട്ടനസ് അല്ലേ? ഇതിനെ പറഞ്ഞ നമ്മളിവിടെ തറയിൽ ഇരിക്കുന്ന സൈഡിൽ നമ്മൾ പറഞ്ഞ പേരാണ്
ബേസ് എന്ന് പറയും. ബേസ് ഇതിൽ നമ്മൾ പറയുന്ന പേരാണ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ പൈതഗോറസ് പറഞ്ഞ കാര്യം ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ, ഈ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ലോങ്കിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് പൈതഗോറസ് തീരം എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നുള്ളത് ബേസ് സ്ക്വയർ പ്ലസ് ലോങ്കിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. ഇതിനെ പറയുന്ന അഡ്ജസന്റ് സൈഡ്, സൈഡിനെ പറയുന്ന ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇത്രയും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വെക്ടർ റിസോൾവിങ്ങിലോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഞാൻ അപ്പൊ എന്താണ് വെക്ടർ റിസോൾവിംഗ്? ഒരു വെക്ടർ ഇങ്ങനെ ഇതാണ് ഒരു വെക്ടർ എ എന്നുള്ളത്. ഇത് ഹൊറിസോണ്ടലായിട്ട് മേക്കിനായിട്ട്, ഇതാണ് ഹൊറിസോണ്ടലായിട്ട് മേക്കിനായിട്ട് തീറ്റ ആണെന്നില്ല. തീറ്റ ഈ വെക്ടറിനെ എനിക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ റിസോൾവിംഗ് നോക്കിക്കേ, ഒന്ന് ഇതാ ഇതിന്റെ ഈ വെക്ടറിനെ ഞാൻ ഇങ്ങോട്ട് ചരിച്ചു വെച്ചു, ഇങ്ങോട്ടാക്കി കണ്ടോ? ഈ വെക്ടറിന്റെ നീളം എന്താണോ അങ്ങോട്ട് തന്നെയാണ് ഞാൻ വരയ്ക്കേണ്ടത്. ഇവിടെ അപ്പൊ ഈ കമ്പോണന്റ് ഇങ്ങനെ വരച്ച കമ്പോണന്റ് നമ്മൾ പറയുന്ന പേര് ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്നാണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇനി ഈ സൈഡിലാണ് മുകളിലോട്ടുള്ള ഈ വരച്ച സൈഡ്, ഇതിനെ പറയുന്നത് ഈ അപ്പൊ രണ്ട് കമ്പോണന്റ്. ഒന്നേ നിങ്ങൾക്ക് ഇത് ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ സാധനത്തിലേക്ക് ഇങ്ങോട്ട് വരും. രണ്ടും കറക്റ്റാണ്. ഓക്കെ, ഒന്ന് ഇവിടെ വരയ്ക്കാൻ, അതിനെ പറഞ്ഞ പേരാണ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, അപ്പൊ മനസ്സിലാകുന്നു a vector can be resolved into two mutually perpendicular. കണ്ട, ഈ വെക്ടറും മേക്കിൽ ആംഗിൾ അല്ല 90. അത് ഇവിടെ വരച്ചാലും 90 ഡിഗ്രിയാണ്. അപ്പൊ a vector can be resolved into two mutually perpendicular components. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ്. അപ്പൊ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ കമ്പോണന്റ്, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ കമ്പോണന്റ്. മറക്കരുത്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ. അപ്പൊ ഈ വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻടു ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണന്റ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഇനി നിങ്ങൾ പഠിക്കാം, ഞാൻ നേരെ വന്ന് കാണിച്ചില്ല, അത്രയും ഡെപ്തിലോട്ടൊന്നും പോകണ്ട. നിങ്ങൾ ഈ കണ്ട ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഇതാണ് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് തീറ്റയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്. കണ്ട, തീറ്റയ്ക്ക് എതിർ വശം വരുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നിങ്ങൾ മാറ്റി വരച്ചത്. അവിടെ തന്നിരിക്കുന്ന വെക്ടർ എന്താണോ അതിനോട് സൈൻ ചെയ്യുന്നത്. തന്നിരിക്കുന്ന വെക്ടർ ഇവിടെ ആയാലും അപ്പൊ ഇവിടുത്തെ ആൻസർ ഈ സൈൻ തീറ്റയായിരിക്കും. ഇവിടുത്തെ ആൻസർ എന്താണ്? എ കോസ് തീറ്റ. ഇങ്ങോട്ട് തീറ്റ ഡയറക്ഷനോട് പ്രൊജക്ട് ചെയ്താൽ അതിന്റെ ആൻസർ എ കോസ് തീറ്റ ആയിരിക്കും. തീറ്റയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്തായിരിക്കും? സൈൻ തീറ്റ. അപ്പൊ ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താ? എ കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പോണന്റ് എന്താ? എ സൈൻ തീറ്റ. ഇനി ഇത് അറിയാം, ഇത് നീ പഠിക്കാനുള്ള ഇങ്ങനെയാണ്. പക്ഷെ ഇത് ഞാൻ മാത്തമാറ്റിക്കലി എങ്ങനെ വന്നെന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് പഠിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? അവിടെ സൈൻ വരിക. തലേക്ക് വെക്ടർ എന്താണോ അത് എഴുതുക, എ സൈൻ തീറ്റ. മറ്റേ സൈഡിൽ ആരെങ്കിലും കോസ് കമ്പോണന്റ്, തന്നിരിക്കുന്ന വെക്ടർ ആരാക്കി സോ എ കോസ് തീറ്റ. അങ്ങനെ ആലോചിച്ച് പഠിക്കും. ഓക്കെ, ഇനി അത് വന്ന് എങ്ങനെ കാണിച്ചു ഒരു രസത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കാം കേട്ടോ. ഇതിവിടെ ആണെങ്കിൽ തീറ്റ, ഞാൻ പറഞ്ഞ വെക്ടർ അറിയാം. നമുക്ക് പേരൊക്കെ പഠിക്കാം. ഓക്കെ, ഇത് വെക്ടർ O P Q എന്ന് പേര് കൊടുക്കും. ഞാനിവിടെ സൈൻ തീറ്റ സൈൻ തീറ്റ. സൈൻ തീറ്റയുടെ ആൻസർ പറയാം ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. നമുക്ക് പഠിച്ചതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡിന്റെ ആൻസർ എത്രയാണ്? പറ PQ ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഹൈപ്പോട്ടനസിന്റെ ആൻസർ എത്രയാണ്? നമുക്ക് കണ്ടുപിടിക്കണം PQ ആണ്. PQ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പൊ എന്താണ് സൈൻ തീറ്റ ഇതിന്റെ പറ PQ ബൈ A. PQ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എന്റെ മുകളിലോട്ട് എഴുതിയാൽ പറ A സൈൻ തീറ്റ ഈക്വൽ ടു PQ. PQ എന്നുള്ളതാണ് ഇത്രയും സാധനം. അതാണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതല്ലേ ഇവിടെ കിട്ടിയ A സൈൻ തീറ്റ കണ്ടോ? അതാണ് മാത്തമാറ്റിക്കലി വെച്ചിരിക്കുന്നത്. ഇനി കോസ് തീറ്റ. കോസ് തീറ്റ നമ്മൾ പഠിക്കുന്നത്
അഡ്ജസന്റ് സൈഡ് വഴി ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് ഇവിടുത്തെ അഡ്ജസന്റ് സൈഡ് ആരാ? OP ആണ്. OP ഡിവൈഡ് ഹൈപ്പോട്ടന്യൂസ് ആരാ? A. സോ നമുക്ക് എവിടെ കോസിന്റെ ആൻസർ കിട്ടിയത് OP ബൈ A ആണ്. OP കണ്ടുപിടിക്കാൻ A നെ മോഡ് കൊടുക്കുക. A നെ മോഡ് കിട്ടിയാൽ A cos theta is equal to OP. സോ OP എന്നുള്ളത് നമുക്ക് ഇതാണ്, അതാണ് കാര്യം. അതിന്റെ ആൻസർ എത്രയാണ് പറഞ്ഞത്? A cos theta. അതിലൂടെ കിട്ടിയത് A cos theta. അപ്പോൾ A cos theta. അപ്പോൾ നിങ്ങൾ ആലോചിക്കാനുള്ള കാര്യമാണ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത തീറ്റ ഉള്ള സൈഡിനോട് പ്രൊജക്ട് ചെയ്ത കോസ് കമ്പോണന്റ് വരും. തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന കമ്പോണന്റ് സൈഡിനോട് ആശയം വ്യക്തമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പല കേസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഇത് മാത്തമാറ്റിക്കലി കണ്ടല്ലോ. മാത്തമാറ്റിക്കലി നമ്മൾ ചെയ്യുന്നത് കാണിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ സാധനം തന്നെ ഇങ്ങനെയാണ് ഇതിലേക്ക് ഇതേ സാധനം തന്നെ നമുക്ക് ഈ വെർട്ടിക്കൽ ഇതിനെപ്പാട് വെർട്ടിക്കൽ ഇതുമായിട്ട് നീക്കിയതായിരുന്നു തീറ്റാന്ന് തന്നിരിക്കുന്ന വെക്ടർസ് ശ്രദ്ധിച്ചു വേണം പറയാം. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ ഞാൻ എനിക്ക് പറ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഒന്ന് ഈ കമ്പോണന്റ് കണ്ടോ, ഈ വെക്ടർ ക്യാൻ ബി റിസോൾവ് ചെയ്ത് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണന്റ്, വൺ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, വൺ വെർട്ടിക്കൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞു തീറ്റ ഉള്ള എതിർവശം ഉണ്ടാവും, തീറ്റയ്ക്ക് എതിർവശം ഉണ്ടാവും. അതാണ് ഇവിടെ വരച്ചിട്ടുള്ള ഈ എതിർ സൈഡ്. അവിടെ എന്ത് വരും? സൈഡ്. തന്നിരിക്കുന്ന വെക്ടറായ സി. സോ ആൻസർ എന്താ? സി സൈഡ്. ഇത് എന്ത് കമ്പോണന്റ്? ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇവിടുത്തെ മുകളിലത്തെ ആൻസർ അല്ല ഇവിടെ കിട്ടിയത്. ഇവിടെ കോസാണ്, ഇവിടെ സൈഡാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും ഇത് എങ്ങനെ കോസിന്റെ ആയിരിക്കത്തില്ല. ഈ കമ്പോണന്റ് തീറ്റ എങ്ങനെയാണോ പറഞ്ഞാൽ അതനുസരിച്ച് വ്യത്യാസം. ഈ സൈഡിലോട്ടാണ് തീറ്റോട് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? സി കോസ് തീറ്റ. ഒരിടത്ത് സൈഡായിട്ട് മറ്റൊരിടത്തായിരിക്കും കോസായിട്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ആംഗിൾ ഇതാണ് വെക്ടർ. ഇതുമായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ ഫൈ. ഇതിനെ വായിക്കാവുന്നത് ഫൈ. ഈ ലെറ്ററാണ് ഫൈ. ഇങ്ങനെയാണ് ഇതിനെ രണ്ട് കമ്പോണന്റ് സോൾവ് ചെയ്യാനോ കമ്പോണന്റ് ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഈ ഡയറക്ഷൻ ഈ വെക്ടർ ഒന്ന് ഈ കമ്പോണന്റ് ഇതാണ് അത് തന്നെയാണ്. സോ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിലാണ് ഇതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ A sin 5 ആണ് ആൻസർ. ഇത് A cos 5. ഇതിനെ പറയാൻ കഴിയുക ഹൊറിസോണ്ടൽ 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 കമ്പോണന്റ്. ഇത് വെർട്ടിക്കൽ കമ്പോണന്റ്. വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, പോരെ. ഇങ്ങനെയാണ് ഒമേഗ. ലെറ്റർ എന്താ? സ്മോൾ ഒമേഗ. നേരത്തെ ഒമേഗ പഠിച്ചതാണ് ക്യാപിറ്റൽ ഒമേഗ. ഇതെന്താ? സ്മോൾ ഒമേഗ. അപ്പൊ ഇങ്ങനെയാണ് ഹൊറിസോണ്ടലായിട്ട് മേഖലയായിട്ട് ഒമേഗ. അപ്പൊ ഈ ലെറ്ററിനെ നമുക്ക് രണ്ട് കമ്പോണന്റ് റിസോൾവ് ചെയ്യാം. ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇത് വെർട്ടിക്കൽ കമ്പോണന്റ്. വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മാറ്റി വരയ്ക്കുന്നത്. ഈ വെക്ടർ ജെ ആണ് തന്നിരിക്കുന്നത്. ഒമേഗയുടെ ഓപ്പോസിറ്റ് ഇതാണ്. അപ്പൊ ഈ സൈഡിന്റെ അവിടെ ജെ സൈൻ ഒമേഗ. ഇവിടെ ആയിരിക്കും ജെ കോസ് ഒമേഗ. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? വെർട്ടിക്കൽ കമ്പോണന്റ്. വെർട്ടിക്കൽ കമ്പോണന്റ്. വെർട്ടിക്കൽ കമ്പോണന്റ്. വെർട്ടിക്കൽ കമ്പോണന്റ്. ഇതിനെ പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇതാണ് റിസോൾവിംഗ് ഉദ്ദേശിച്ചത്. ഈ വെക്ടർ ക്യാൻ ബി റിസോൾവ് വിത്ത് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണന്റ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് നമ്മുടെ ഈ പ്രൊജക്ഷൻസ് ഒക്കെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോളിടെക്നിക്കുകാർക്കായാലും എഞ്ചിനീയറിംഗുകാർക്കായാലും അവർ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ പഠിക്കുന്നത് വെക്ടർ അഡീഷൻ ലോസ് എന്ന് പറഞ്ഞില്ലേ, അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ട്രയാങ്കിൾ ലോഡ് വെക്ടർ അഡീഷൻ. ഇതിലോ ട്രയാങ്കിൾ ലോഡ് വെക്ടർ അഡീഷൻ.
ട്രയാങ്കിളില് ഈ ട്രയാങ്കിളിന് ഇതിനെ പറയുന്ന പേരാണ് അഡ്ജസ്റ്റൻസ് സൈഡുകൾ എന്ന് പറയുന്നത്. അഡ്ജസ്റ്റൻസ്. അടുത്തത് ഞാൻ രണ്ട് വെക്ടറുകളായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടറുകളുടെ റിസൾട്ട് ആയിട്ട് മൂന്നാമത്തെ വെക്ടർ തരും. മൂന്നാമത് ഈ രണ്ടിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വെക്ടർ എ പ്ലസ് വെക്ടർ റിസൾട്ട് ആയിട്ട് വെക്ടർ. പക്ഷെ അതിന്റെ ഡയറക്ഷൻ, അതിന്റെ ഓർഡർ സെയിം ഓർഡറിലല്ല, ഓപ്പോസിറ്റ് ഓർഡറിലാണ് വരേണ്ടത്. ഈ രണ്ട് വെക്ടർ ഞാൻ വരച്ചത് ഇങ്ങനെയാണ് വരച്ചത്. ഞാൻ റിസൾട്ടന്റ് ആയിട്ടുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ വരച്ചത് ഇങ്ങനെയല്ല, അതിന്റെ എതിർവശത്തും വരച്ചു. ഓക്കെ, അതാണ് ട്രയാങ്കിൾ. വളരെ സിമ്പിളാണ്. രണ്ട് ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ വെക്ടറുകളെ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ മൂന്നാമത്തെ വശം എന്ത് തരുന്നു? റിസൾട്ടന്റ് തരുന്നു. ആ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത്. ഇംഗ്ലീഷിൽ പറയാം, if two vectors representing adjacent side of a triangle taken in same order or same direction, then the third side of the triangle gives resultant which is taken in reverse order or opposite direction. If two vectors representing adjacent side of a triangle taken in same order, then the third side of the triangle gives the resultant which is taken in reverse order. Okay, എളുപ്പമല്ലേ? ട്രയാങ്കിളിലെ രണ്ട് അഡ്ജസന്റ് സൈഡുകൾ രണ്ട് വെക്ടറുകൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഒരേ ഓർഡർ അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലാണ്. മൂന്നാമത്തെ വശം റിസൾട്ടന്റ് തരുന്നു. അത് എടുക്കാനുള്ളത് എതിർ ദിശയിലാണ്. ഇഫ് ടു വെക്ടേഴ്സ് റെപ്രസെന്റിംഗ് അഡ്ജസന്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ taken in same order, then the third side of the triangle gives the resultant which is taken in reverse order. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ലോ ഓഫ് ഫ്രീക്വൻസി. നമ്മൾ അടുത്ത ലോ പഠിക്കുകയാണ് പാരലോഗ്രാം ലോ ഓഫ് ഫ്രീക്വൻസി. ഇപ്പൊ നിങ്ങളൊരു പാരലോഗ്രാം വരയ്ക്കാം. എങ്ങനെ ഒരു പാരലോഗ്രാം വരയ്ക്കാം? പാരലോഗ്രാം രണ്ട് പാരലായിട്ട് സൈഡുകൾ, ഇതിന്റെ പാരലായിട്ട് ഇവിടെ വരയ്ക്കും. ഇതാണ് പാരലൽ, അതായത് ഇങ്ങോട്ട് പാരലൽ. ഓക്കെ, അപ്പൊ ഈ രണ്ട് പാരലോഗ്രാം ഇതിനെ പറയുന്ന പേരാണ് അഡ്ജസൻസ്. ഇത് രണ്ട് വെക്ടറുകളെ റെപ്രസെന്റ് ചെയ്യും. കണ്ടോ, ഈ രണ്ട് വെക്ടറുകളെ റെപ്രസെന്റ് ചെയ്യുമെങ്കിൽ ഡയഗണലി നമുക്ക് രണ്ട് ഡയഗണൽ ഉണ്ട്, ഈ ഡയഗണൽ ഉണ്ട്, ഈ ഡയഗണൽ. അപ്പൊ ഡയഗണൽ റിസൾട്ടന്റ് തരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഡയഗണലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ ഒന്നാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ ഇത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ തന്നെയാണ്. നിങ്ങളൊന്ന് കണ്ടു തുറന്ന് നോക്കൂ. ഇത് വെക്ടർ എയാണ്, ഇത് വെക്ടർ ബി. അപ്പൊ ഇതും എന്താ? ഇത് വെക്ടർ ബി, ഇത് വെക്ടർ ബി അല്ലേ ആണ്. ഓക്കെ, അപ്പൊ ഇതിപ്പോ നോക്കിക്കേ, ഇത് മുകളിലത്തെ ദോഷമില്ല. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി. കണ്ടാ റിസൾട്ടന്റ് അതല്ലേ ഇവിടെ വെച്ചിട്ട്. ഇത് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, പാരലോഗ്രാം വെച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? ഇഫ് ടു വെക്ടേഴ്സ് representing adjacent side of a parallelogram starting from a point, then the diagonal gives resultant which also starting from same point. Diagonal starting from same point now. If two vectors representing adjacent side of a parallelogram starting from a point, then diagonal gives resultant which also starting from same point. പിന്നെ മനസ്സിലാവില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് വരുന്നതാണ്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഈ റിസൾട്ടന്റ് നമ്മളിവിടെ പറഞ്ഞത് വെക്ടർ ആണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, ഡയറക്ഷൻ എത്രയാണ് കണ്ടുപിടിക്കണം. ഇത്രയോ സിമ്പിൾ പരിപാടിയാണ്. ശ്രദ്ധിക്കും. അതിനുവേണ്ടി എയും ബിയും മേക്കിംഗ് ആംഗിൾ എത്രയാണ് ഓരോ ഓരോന്നും ചെയ്ത് കാണിച്ചത് നമ്മൾ പഠിക്കണം. ഇത് മേക്കിംഗ് ആംഗിൾ എത്രയാണ് തീറ്റ. ഇനി വെക്ടർ ഈ എ വെക്ടറിനെ കൊണ്ട് നീക്കി വരണം. എ എന്നുള്ള വെക്ടർ ഡയറക്ഷൻ അങ്ങോട്ട് ഞാൻ പഠിച്ചു. ഇവിടെ നോക്കി എയും ബിയും മേക്കിംഗ് ആംഗിളാണ് തീറ്റ. ഇതും എത്രയാണ്, ഇതും ബി ആണ്. അപ്പൊ ഇത് മേക്കിംഗ് ആംഗിൾ എന്തായാലും മനസ്സിലായില്ല. എയും ബിയും മേക്കിംഗ് ആംഗിൾ തീറ്റ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് വെക്ടർ എയുടെ ഡയറക്ഷൻ ആണ്, ഇത് വെക്ടർ ബി ആണ്. അപ്പൊ അതും മേക്കിംഗ് ആംഗിൾ എന്തായിരിക്കും? തീറ്റ. ഓക്കെ, ഇത് വെക്ടർ ബി അല്ലേ, ഇത് വെക്ടർ ബി അല്ലേ ആണ്. ഇത് മേക്കിംഗ് ആംഗിൾ എത്ര? തീറ്റ. ഹൊറിസോണ്ടൽ മേക്കിംഗ് ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിനെ രണ്ട് കമ്പോണന്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഒന്ന് വെർട്ടിക്കൽ കമ്പോണന്റ്. ഇത് തന്നെയാണ് ഈ കമ്പോണന്റ് എങ്ങനെയാണ്
സൈൻ തീറ്റ ഈ സൈഡായ ബി കോസ് തീറ്റ, ഈ സൈഡായ ബി കോസ് തീറ്റ. സോ എ വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻടു മ്യൂച്വലി കൺകറന്റ് കമ്പോണന്റ്. ഈ കമ്പോണന്റിന്റെ ആൻസർ ആയ ബി കോസ് തീറ്റ. ഈ കമ്പോണന്റ് ആയ ഇത് ബി ആണ്. അപ്പൊ ഇതാണ് ബി സൈൻ തീറ്റ. എവിടെ മനസ്സിലായി? അവിടെ നിന്ന് കിട്ടിയ കാര്യം. ഇനി നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കും ഇവിടെ ഒരു റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ ഇതായ ഇത് മൊത്തം വരുന്നത്. അപ്പൊ എ പ്ലസ് ബി കോസ് തീറ്റ, ഈ സൈഡായ ബി സൈൻ തീറ്റ, ഈ സൈഡായ ഇതാണ് സൈൻ തീറ്റ. നമ്മൾ പെർപെൻഡിക്കുലറാണ് ഓക്കെ ഓക്കെ അതിന്റെ രീതിയാണ് വരയ്ക്കുന്നത്. ഓക്കെ അങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് ട്രയാങ്കിൾ നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചു. എന്തായാലും പൈതഗോറസ് തിയറം പഠിച്ചത് ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്നുള്ളത് കാണാം. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ നമ്മൾ പഠിച്ചത്. ഹൈപ്പോട്ടനസ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ ആരാ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്നുള്ളത് ഈ സാധനം ഇതാണ് ബേസ്. അപ്പോൾ പറ എ പ്ലസ് ബി കോസ് തീറ്റ സ്ക്വയർ ചെയ്തു പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ഇതായ ബി സൈൻ തീറ്റ. അതിനെ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. ഇനി മാത്സിന്റെ കളികളാണ്. മാത്സ് അറിയാതൊന്നും പറ്റത്തില്ല. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഐഡന്റിറ്റി അറിയണം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ ആ ഐഡന്റിറ്റി അറിയാം. ഇനി നിങ്ങൾ സൈൻ തീറ്റയുടെ സ്ക്വയർ ചെയ്യുന്നത് വിചാരിക്കുക. സൈൻ തീറ്റയുടെ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ സ്ക്വയർ ചെയ്താൽ സ്ക്വയർ തീറ്റ എന്നാണ്. അതുപോലെ കോസ് തീറ്റയുടെ സ്ക്വയർ ചെയ്താൽ ആൻസർ എന്താ കിട്ടുന്നത്? കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ ചെയ്താൽ സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ ചെയ്താൽ കോസ് സ്ക്വയർ തീറ്റ. ഈ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ എ കാണും, ഈ എ കാണും, ഇവിടെ എ ആണ്. സോ എ സ്ക്വയർ പ്ലസ് ഇനി അടുത്ത 2ab ആണ്. സോ 2ab. ബി എന്നുള്ളത് ബി കോസ് തീറ്റ. ഈ ബി ആണ് എഴുതാനുള്ളത്. ഈ ബി കാണുന്നത് ബി കോസ് തീറ്റ പ്ലസ് ഇനി എന്താ ബി സ്ക്വയർ. ബി സ്ക്വയർ ആണ് ഇതിന്റെ സ്ക്വയർ. സോ ബി സ്ക്വയർ പ്ലസ് ഇതെങ്ങനെ ബിനെ സ്ക്വയർ ചെയ്താൽ ബി സ്ക്വയർ ആവും. കോസിനെ സ്ക്വയർ ചെയ്താൽ കോസ് സ്ക്വയർ. ഇനി ബാക്കിയുള്ള നോക്കി ബി സ്ക്വയർ സൈൻ സ്ക്വയർ ചെയ്താൽ എന്താവും? സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ ഇനി അറിയാവുന്ന കാര്യങ്ങൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ ആൻസർ ബേസിക് ട്രിഗണോമെട്രിക് റിസൾട്ട് ആണ്. അതിന്റെ ആൻസർ 1. So sin square theta plus cos square theta is equal to 1. ഐഡന്റിറ്റി അപ്ലൈ ചെയ്യണം. അങ്ങനെ ഞാൻ ഇത്രയും സാധനങ്ങൾ ഇവിടെ അതേപോലെ എഴുതിയാണ്. ഇപ്പൊ പറയാം ആർ സ്ക്വയർ is equal to r square is equal to a square plus 2ab cos theta. ഇവിടെ കണ്ടോ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ബി സ്ക്വയർ ഉണ്ട്. ഈ ബി സ്ക്വയർ പുറത്തെടുക്കുക. സോ ബി സ്ക്വയർ into cos square theta plus sin square theta. എന്താണ് cos square theta plus sin square theta ന്റെ ആൻസർ 1. നേരത്തെ ഇവിടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ r square is equal to a square plus 2ab cos theta plus b square. നമുക്ക് വേണ്ടത് r ആണ്. സോ r is equal to square root of a square plus 2ab cos theta plus ഇതാണ് മാഗ്നിറ്റ്യൂഡ് എന്നത്. റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നത്. അപ്പൊ നിങ്ങൾ പാരലോഗ്രാം ചിലർക്ക് മാത്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാം? ലോ എഴുതാം. ലാസ്റ്റ് ഫൈനൽ ആൻസർ കാണാൻ വേണ്ടിക്കാം. If two vectors representing adjacent side of a parallelogram starting from a point, then the diagonal gives resultant which also starting from same point. The magnitude of resultant vector is square root of a square plus 2ab cos theta plus b square. അതെങ്ങനെ വന്നു ഇത് കാണിച്ചു കൊടുക്കുന്നു. വളരെ സിമ്പിളാണ്. ഒരു 3, 4, 5 തവണ എഴുതി പഠിച്ചാലും നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ പഠിക്കും. ഓക്കെ ഒന്നുകൂടെ പറഞ്ഞുതരാൻ ഞാൻ ജസ്റ്റ് ഇത്രയും വായിക്കുള്ളൂ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുള്ള നിങ്ങൾക്ക് പാരഗ്രാഫ് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഒരു പാരഗ്രാഫ്
അപ്പോൾ ഇത് ഇതും ബി ആണ്, വെക്ടർ ബി ആണ്. ഇത് ഹോറിസോണ്ടലുമായിട്ട് മേക്കുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ട് കമ്പോണന്റ് റിസോൾവ് ചെയ്യാം. ഈ സൈഡ് ബി കോസ് തീറ്റ വരും, ഈ സൈഡ് ബി സൈൻ തീറ്റ വരും. ഇപ്പോൾ ട്രയാങ്കിളിലൂടെ വന്ന് ഫിഗറിന് വ്യക്തമാണ്. ഇതാണ് ഫിഗർ. ഇത്രയും സൈഡ് എ പ്ലസ് ബി കോസ് തീറ്റയാണ്, ഇത് ബി സൈൻ തീറ്റയാണ്. ഇത് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഉണ്ട്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നുള്ളത് ബേസ് എ പ്ലസ് ബി കോസ് തീറ്റ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ സ്ക്വയർ. അങ്ങനെയാണ് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതാണ് പറയുന്നത് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എഴുതി. ഇവിടെ ബി സ്ക്വയർ കോമൺ ആയിട്ട് ബി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എഴുതാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റന്റെ ആൻസർ 1. അപ്പോൾ ഇവിടെ കിട്ടും സ്ക്വയർ is equal to a square plus 2ab cos theta plus b square. So our answer square root of a square plus 2ab cos theta plus b square. Okay, ഇനി നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഇതാണ് റിസൾട്ടന്റ്. ഈ റിസൾട്ടന്റുകൾ ഹോറിസോണ്ടലുമായിട്ട് മേക്കുന്നതായിരുന്നു ഫൈ എന്നിട്ട് ഫൈ. ഇതെന്താ ഇൻഡിക്കേറ്റർ ഫൈ. അങ്ങനെയാണെങ്കിൽ ടാൻ ഫൈ നമ്മളതിന്റെ ചരിവ് സാധാരണ കണ്ടുപിടിക്കുന്നത് സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് ടാനാണ് എടുക്കുന്നത്. സോ ടാനിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഡിസ്റ്റൻസ് സൈഡാണ്. സോ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഫൈ. ഇതാണ് ഫൈ. ഓപ്പോസിറ്റ് സൈഡ് ആയാലും ഫൈക്ക് ഓപ്പോസിറ്റ് ഒരു സൈഡിലാണ്. സോ ഡി സൈൻ തീറ്റ ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഇതാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ഫൈ കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് എ പ്ലസ് ബി കോസ് തീറ്റ. അതാണ് ടാൻ ഫൈ. നമുക്ക് വേണ്ടത് ഫൈ ആണ്. സോ ടാൻ ഇപ്പുറത്ത് വയ്ക്കുക. ടാൻ ഇങ്ങോട്ട് വെച്ചാൽ നമുക്ക് പറയാം ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ്. സോ ഡയറക്ഷൻ എന്താണ്? ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ. നിങ്ങൾ ഇത്ര പറഞ്ഞു. നിങ്ങൾ രണ്ട് ഇത്ര കാര്യങ്ങൾ ഓർത്തിരിക്കുക. പാരഗ്രാഫാണ്. ഓക്കെ, ഇതിന്റെ റിസൾട്ടന്റ് ഇതിന്റെ ഡയഗ്രാമിന്റെ കാര്യത്തിൽ നല്ലതാണ് കേട്ടോ. ഇത് പാരഗ്രാഫ്. The result is phi ആണ്. phi. Okay, resultant answer അറിയിക്കണം. a square plus 2ab cos theta plus b square root of ഇത് ഡയറക്ഷൻ എന്നത് tan inverse b sin theta ഇവിടെ a plus b cos theta. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. 2, 3 എന്താണ് നമ്മൾ സ്പെഷ്യൽ കേസുകളായിട്ട് പഠിക്കും. സ്പെഷ്യൽ കേസൊന്നുമില്ല, അതിന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഇതാണ്. കുറച്ച് ആംഗിൾസ് അറിയണം. കോസ് സിനോട്ട് ആൻസർ സൈഡിൽ കാൽക്കുലേഷൻ അടിച്ച് നോക്കുക. കോസ് സിനോട്ട് ആൻസർ മാറ്റണം. കോസ് സിനോട്ട് ആൻസർ അറിയാം. കോസ് 1 ആണ്. കോസ് 9 ആൻസർ 0 ആണ്. കോസ് 180 ആൻസർ -1 ആണ്. സോ രണ്ട് വെക്ടേഴ്സുകൾ ഇങ്ങനെയാണ് ഒരേ ലൈനിലാണ്. ഇതാണ് വെക്ടർ എ, ഇതാണ് വെക്ടർ ബി.
ഓക്കെ, രണ്ട് വെക്ടർ ഇങ്ങനെ സെയിം ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ റിസൾട്ടന്റിന്റെ ആൻസർ എന്ത് വരും? രണ്ടും കൂടെ കൂട്ടി വെച്ചാൽ റിസൾട്ടന്റെ ആൻസർ എന്ത് വരും എന്ന് വെച്ചാൽ A+B. അത് എങ്ങനെ വന്നെന്ന് ഞാൻ കാണിച്ചു തരാം, നിങ്ങളോട് ശ്രദ്ധിക്കുക. നമ്മുടെ റിസൾട്ടന്റെ വെക്ടറിന്റെ ഇക്വേഷൻ ഇതാണ്. R = A² പ്ലസ് 2AB. ഇത് രണ്ട് എയും ബിയും നെഗറ്റീവ് ആംഗിൾ. അപ്പോൾ ഇവിടെ ആംഗിൾ ഇല്ല നമുക്ക് പറയാം. ഇവിടെ ശ്രദ്ധിച്ചാൽ ഇതാണ് ബി ആംഗിൾ, അതിപ്പോ 0 ഇത് എ ആണ്. ആദ്യം ഉണ്ടായിരുന്ന ഇങ്ങനെയായിരുന്നു ആംഗിൾ, ഇപ്പൊ അതിന്റെ ആംഗിൾ 0 ആണ് കേട്ടോ. ഇത് രണ്ട് നെഗറ്റീവ് ആംഗിൾ 0. ഇപ്പൊ ആംഗിൾ ഉണ്ട്, ഇപ്പൊ 90 ഡിഗ്രിയാണ്, ഇപ്പൊ 180 ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ആംഗിൾ ഇല്ല 0. അപ്പൊ cos 0 പ്ലസ് B². തീറ്റയ്ക്ക് പകരം 0 വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞു നോക്കിയതേ ഉള്ളൂ. cos 0 ആൻസർ 1 ആണ്. സോ A² × 2AB × 1 ചെയ്യും. cos 0 ആൻസർ 1 ആണ് പ്ലസ് B². ഓക്കെ അല്ലേ? അപ്പൊ A² പ്ലസ് 2AB × 1 ചെയ്താൽ 2AB തന്നെയാണ്. 1 കൊണ്ട് ഒരു നമ്പർ ചേഞ്ച് ചെയ്താൽ ആ നമ്പർ തന്നെയാണ് പ്ലസ് B². ഓക്കെ, A² പ്ലസ് 2AB പ്ലസ് B² A+BB ഹോൾ സ്ക്വയർ. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും A+B. ഇപ്പൊ ഇത്രയും ഒന്നും ആലോചിക്കാൻ തലമുണ്ടാക്കേണ്ട കാര്യമില്ല. രണ്ട് വെക്ടറുകൾ സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ, രണ്ടും കൂടെ ആഡ് ചെയ്യാം. A+B. ഇനി രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണ്. രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ മീൻസ് 90 ഡിഗ്രി. ഇങ്ങനെ ഇതാണ് വെക്ടർ, ഇതാണ് വെക്ടർ. മേക്കിംഗ് ആംഗിൾ 90 ഡിഗ്രി. ഇതിനാണെങ്കിൽ ഇവിടെ റിസൾട്ടന്റിന്റെ ആൻസർ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് A² പ്ലസ് B². എങ്ങനെ വന്നെന്ന് ഞാൻ കാണിച്ചു. നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ടന്റിന്റെ ആൻസർ സ്ക്വയർ റൂട്ട് ഓഫ് A² പ്ലസ് 2AB cos θ. തീറ്റ കാണുന്നത് 90 ഡിഗ്രി എഴുതി പ്ലസ് B². cos 90 ആൻസർ 0 ആണ് പറഞ്ഞു. അപ്പൊ 2AB 0 ചെയ്താൽ 0 ആണ്. അപ്പൊ R ആൻസർ A². ഇത്രയും 0 ആയിട്ട് ബാക്കി A² പ്ലസ് ഞാൻ പറഞ്ഞത് രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലറായ റിസൾട്ടന്റിന്റെ വെക്ടർ A² പ്ലസ് B². രണ്ട് വെക്ടറുകൾ സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവർ ആഡ് ചെയ്താൽ മാത്രം മതി. ഇനി രണ്ട് വെക്ടറുകൾ ആന്റി പാരലൽ എന്നുള്ളതാണ്. ഒരു വെക്ടറുണ്ട്, ഒരു വെക്ടർ ഈ ഡയറക്ഷൻ. ഇത് A ആണ്, ഇത് B ആണ്. സോ മേക്ക് ഇത് ആംഗിൾ 180 ആണ്. ഒരു ലൈനിന്റെ ആംഗിൾ 180 ആണ്, നമുക്കറിയുന്ന കാര്യം. നമ്മുടെ റിസൾട്ടന്റെ വെക്ടറിന്റെ ഫൈനൽ ആൻസർ A-B എന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. എങ്ങനെ വന്നെന്ന് കാണിച്ചു തരാം. R = സ്ക്വയർ റൂട്ട് ഓഫ് A² പ്ലസ് 2AB cos 180 എഴുതണം പ്ലസ് B² വെക്ടർ. സോ A² പ്ലസ് 2AB cos 180 ആൻസർ -1 ആണ്. അവിടെ പറഞ്ഞു പ്ലസ് B² ആണ്. ഓക്കെ, അപ്പൊ ഈ മൈനസ് പ്ലസ് ചെയ്താൽ മൈനസ് ആണ്. സോ A² മൈനസ് 2AB പ്ലസ് B² ആണ്. ഇതെന്താ? A² മൈനസ് 2AB പ്ലസ് B². A-B ഹോൾ സ്ക്വയർ ആണ്. A-B ഹോൾ സ്ക്വയറിന്റെ ഐഡന്റിറ്റിയാണ് A² മൈനസ് 2AB പ്ലസ് B². സോ അത് നമുക്ക് എങ്ങനെയാണ്? ഇതിനുള്ള സ്ക്വയർ റൂട്ടുണ്ട്. സോ ഇത് സ്ക്വയർ ക്യാൻസൽ ആയി പോയി. R = ഇത്രയും 3 സ്പെക്യുലർ നമ്മൾ ഈ ഡെറിവേഷനൊന്നും പഠിക്കില്ല. രണ്ട് വെക്ടറുകൾ പാരലലായിട്ട് വന്നാൽ റിസൾട്ടന്റ് ഒക്കെ കൂട്ടുക A+B. രണ്ട് വെക്ടറുകൾ ആന്റി പാരലലായിട്ട് വന്നു. രണ്ട് വെക്ടർ ആന്റി പാരലലായിട്ട് വന്നാൽ റിസൾട്ടന്റിന്റെ വെക്ടറിന്റെ ആൻസർ A-B. രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ റിസൾട്ടന്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് A² പ്ലസ് B². ഇത്രയുമാണ് ശകലം പാടാണ്. മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കാണുക, പിന്നീട് അത് മനസ്സിലാവുന്നത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ചെയ്യാം. ഒരുപാട് നമ്മൾ എഴുതി പഠിച്ച ഹാർഡ് വർക്ക് ചെയ്യാം. എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിച്ച് നല്ല മാർക്ക് കിട്ടാൻ